സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഈശോ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നതിനെ കുറിച്ചാണ്. അതുണ്ടായത് എപ്പോഴാണെന്നറിയാമോ? ഈ അപ്പമൊക്കെ ഭക്ഷിച്ച് തൃപ്തരായി ജനക്കൂട്ടം പിരിഞ്ഞു, വയറൊക്കെ നിറഞ്ഞ് ശിഷ്യന്മാരും വെള്ളത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. വെള്ളത്തിലൂടെ അല്ലേ? ഇങ്ങനെയാ ചിലർക്ക് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയൊക്കെ വിട്ടുപോകും. ഈശോ എന്താ ചെയ്തേ? ഈശോ മലയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈശോയ്ക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ശിഷ്യന്മാരെല്ലാം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. നമുക്കിങ്ങനെയാ, സമൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയൊക്കെ പോകും. ഈശോ അടുത്തൂടെ പോയാൽ പോലും മനസ്സിലായില്ല. ഈശോ അതിൻ്റെ അടുത്തൂടെ പോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഭൂതമാണെന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ സമൃദ്ധിയിൽ അവനെ മറക്കുന്നുണ്ടോ? നമ്മുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ നീ അവനെ മറക്കുന്നുണ്ടോ? സമൃദ്ധിയിൽ മറന്നാൽ അവൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടും. അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല, അവരുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരുന്നു എന്നാണ് വചനം പറയുക. അതുകൊണ്ട് എന്തെല്ലാം സമൃദ്ധിയിലും എൻ്റെ തമ്പുരാനിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2025 അനുഗ്രഹത്തിൻ്റെ പ്രത്യാശയുടെ വർഷമായി നമുക്ക് ഏവർക്കും മാറട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.